കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ, നമസ്കാരം. ഞാൻ രാമനാ സംസാരിക്കുന്നേ. ആ രാമനായിരുന്നോ? എന്താ കാര്യം പറഞ്ഞോളൂ. ഇത് വ്രതമല്ലേ, ശ്രേയയോട് അവളുടെ അമ്മയ്ക്കൊന്ന് സംസാരിക്കണം. ആ അതിനെന്താ, കൊടുക്കാലോ. ശ്രേയേ, ദേ നിന്റെ അച്ഛനാ വിളിക്കുന്ന, നോക്കിയേ. നിന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. അതെന്താ, നീ നിന്റെ അമ്മയോട് സംസാരിച്ചതല്ലേ ഉള്ളൂ? അല്ല ഊർമിളേച്ചി, അത് സിഗ്നല് കട്ടായതുകൊണ്ട് ഞാൻ ഫോണങ്ങ് വെച്ച് കളഞ്ഞില്ലേ, അതായിരിക്കും അമ്മ ലാൻഡ് ലൈനിൽ വിളിച്ചത്. ഞാൻ ദേ ഇപ്പൊ വരാട്ടോ. ഹലോ അമ്മേ. ശരി ശരി, എത്ര വട്ടം അമ്മ പറയാ, ചെറുപ്പം തൊട്ട് പറയുന്ന കാര്യല്ലേ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അമ്മേ. വ്രതം തുടങ്ങാൻ സമയമായി, ഞാൻ വെക്കുകയാണേ. ബൈ ബൈ. എന്തിനാ മോളെ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മക്കളുടെ കാര്യമാകുമ്പോ അമ്മമാർക്ക് ഇങ്ങനെ ഒരു വെപ്രാളമൊക്കെ ഉണ്ടാവും. ഇത് ദേഷ്യമല്ല ഇന്ദു അമ്മ, പിടിക്കപ്പെടുമെന്നുള്ള പേടിയാ. ആ അതൊക്കെ പോട്ടെ, നമുക്ക് പൂജ തുടങ്ങാം. വന്നേ. ദേവാ, നീ അവിടെ എന്തെടുക്കാ ദേവാ? വാ, പൂജ തുടങ്ങണ്ടേ? ഞാൻ ദേ വരുന്നു അമ്മേ. ജയൻ ഒരു അരമണിക്കൂറെങ്കിലും വന്നിട്ട് പോവാനല്ലേ പറഞ്ഞ്. പോവാതിരിക്കുന്നത് ശരിയാണോ? പോയാൽ അത് നടക്കണമെന്നില്ലല്ലോ. എന്നും പറഞ്ഞ് ശ്രമിക്കാതിരിക്കുന്നതും തെറ്റല്ലേ? ഇത്രയും കാലത്തെ കഷ്ടപ്പാടെല്ലാം വെള്ളത്തിലാവും. അരമണിക്കൂറിന്റെ കാര്യല്ലേ, ഒന്ന് പോയിട്ട് വന്നേക്കാം. പക്ഷെ ഇവിടുന്ന് എങ്ങനെയാ ഒന്ന് മുങ്ങുക? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാമോ? കൗസല്യേ, ആ സാരി മോൾക്ക് കൊടുത്തേക്ക്. മോളെ ശ്രേയെ, ദേവന് മധുരം കഴിപ്പിക്കും മോളെ. വേണ്ട. ഞാൻ കഴിക്കില്ല. അങ്ങനെയൊന്നും പറയല്ലേ, മധുരം കഴിക്കണം. കഴിക്കടാ.
എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ അമ്മേ? സ്വീറ്റ്സ് ഒക്കെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ ദേവ, എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? എന്നുവെച്ചാ ശ്രേയയുടെ കൈകൊണ്ട് തരുന്നത് താല്പര്യമില്ലായിരിക്കും അല്ലേ? ഊർമിള, വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ട. എന്നാ പിന്നെ ദേവന് കഴിക്കാൻ എന്താ അമ്മ ഇത്ര ബുദ്ധിമുട്ട്? ഞാനും ഇന്ന് ഉപവാസമാണ്. നീ ആൺകുട്ടിയല്ലേ, നീ എന്തിനു ഉപവാസം എടുക്കുന്നത്? അതൊന്നും സാരമില്ല കൗസല്യേ. ഭർത്താവിന് വേണ്ടി ഭാര്യ ഉപവാസം ഇരിക്കുന്ന പോലെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഉപവാസം ഇരിക്കുന്നതിൽ തെറ്റില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് കെട്ടുറപ്പുള്ളതാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഇതുപോലെ എപ്പോഴും ഉണ്ടാകാറില്ലല്ലോ. അവന് ഉപവാസം എടുത്തോട്ടെ. താങ്ക്സ് ഇന്ദു, താങ്ക് യു സോ മച്ച്. കൗസല്യേ, അമ്പലത്തിലെ ആൽത്തറ വരെ ഒന്ന് പോണം. എല്ലാരും ഒന്ന് പെട്ടെന്ന് റെഡിയാകും. ദേവിയുടെ ശരിക്കും ഉപവാസം എടുത്തിരിക്ക? ആണെങ്കിലോ, പൂജ ചെയ്യണമെങ്കിൽ ഉപവാസം ഇരിക്കണമല്ലോ. ദേവിയുടെ എന്തിനു വേണ്ടിയാ പൂജ ചെയ്യുന്നേ? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ വൈദേഹി, നമുക്ക് വേണ്ടി. നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നിന്റെ വായ കൊണ്ട് തന്നെ പറയിക്കാൻ വേണ്ടി. എന്നെ ഒന്ന് മനസ്സിലാക്ക് വൈദേഹി. മോനെ ദേവാ, ഉം? എങ്ങോട്ടാ പോന്നേ? അമ്പലത്തിൽ പോന്ന അറിയാലോ. അമ്പലത്തിലേക്കോ? ഇപ്പൊ എന്തിനാ അമ്പലത്തിൽ പോന്നേ? അതെന്താടാ, ഈ പൂജ എന്താണെന്നും അത് ചെയ്യുന്ന എങ്ങനെയൊന്നും അറിയാതെയാണോ ഉപവാസം എടുക്കാനൊക്കെ തീരുമാനിച്ചത്? എനിക്കും ആ സംശയം ഇല്ലാതില്ല. ഞാൻ അങ്ങനെ ചോദിച്ചത് അവന്റെ ഉദ്ദേശത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടാവുമെന്ന് കരുതിയിട്ടല്ല. ഇവൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ അടങ്ങും. ഈ വ്രതം എന്താണോ എന്തിനാണെന്നോ അറിയാതെയാ ഭാര്യയ്ക്ക് വേണ്ടി ഉപവാസം ഇരിക്കുന്നത്. അതിൽ നിന്ന് അവന്റെ ഭാര്യയോടുള്ള സ്നേഹം മനസ്സിലായില്ലേ? ഭർത്താവ് ഉപവസിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്? അയാൾ എൻ്റെ ഭാര്യസ്ഥാനത്താണെന്നല്ലേ? എടാ എടാ ദേവാ, ആ? മേലോട്ട് എവിടെ കയറി പോവാ? അമ്പലത്തിൽ പോണം. അതെ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഇന്ദു. എവിടേക്കും പോകുകയില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ഇട്ടേച്ച് ഞാൻ എവിടേക്ക് പോകാനാ? ഉം? നീ ഇനി എവിടെയുണ്ടെങ്കിലും ഞാനും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. വൈദേഹി, ഇത്രയും നേരം നിന്നെ കണ്ടില്ലല്ലോ മോള്. നീയും അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഞാൻ വരണോ അമ്മേ? ഇവിടെ ഒത്തിരി പണിയുള്ളതാ. അതെങ്ങനെയാ? നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. നീ എന്താ ഉദ്ദേശിച്ചത് ദേവ? വൈദേഹി വരുന്നില്ല എന്നാണെങ്കിൽ നീ പൂജ പോലും ചെയ്യില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. അല്ല എടുത്തി, ഈ വൈദേഹി ഉപവാസം എടുക്കുന്നോണ്ട് അവളും അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറയായിരുന്നു.
വൈദേഹി എന്തിനാ കല്യാണം കഴിഞ്ഞവര് മാത്രം എടുക്കേണ്ട വ്രതം എടുക്കുന്ന? ആണോ വൈദേഹി? നീയും എടുക്കുന്നുണ്ടോ ഈ വ്രതം? ദേവൻ ഇതിനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ? വൈദേഹിയും വ്രതം എടുക്കുന്നുണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. ആ അമ്മ എന്തീ പറയുന്നേ? എനിക്കെല്ലാം അറിയാം. ഈ വ്രതം കല്യാണം കഴിച്ചവർ മാത്രമേ എടുക്കാറുള്ളൂ എന്ന് കരുതി കല്യാണം കഴിച്ചവരെല്ലാവരും എടുക്കുന്നുണ്ടോ? അപ്പോ ഉറപ്പായും കല്യാണം കഴിക്കാത്തവരും എടുക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. നിന്നെ അവൻ ഉദ്ദേശിച്ചത്. ഓ അറിയാമേ, കറങ്ങിത്തിരിഞ്ഞ് അവൻ എൻ്റെ അടുത്ത് തന്നെ വന്നോളൂ. നീ എന്തിനാ ഇന്നീ വ്രതം എടുക്കുന്നതെന്നും വൈദേഹി അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതിന് നീ എന്തിനാ വെപ്രാളപ്പെടുന്നതെന്നും എല്ലാം ഇന്ന് ഞാൻ കീറി മുറിച്ച് കാണിച്ചു തരാം. ഉപവാസം എടുക്കുന്നില്ല എന്ന് കരുതി അമ്പലത്തിൽ വരാതിരിക്കണമെന്നുണ്ടോ? അതും ശരിയാ വൈദേഹി. ഊർമിളയിടത്തി പറയുന്നതിനൊന്നും നീ ചെവി കൊടുക്കേണ്ട കാര്യവുമില്ല. എന്നോടൊപ്പം നീയും അമ്പലത്തിലേക്ക് പോരെ. ഇല്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. സത്യമായിട്ടും പോകുന്നില്ലേ വൈദേഹി? നീ പോകുന്നാണല്ലോ ഞാൻ കരുതിയത്. വൈദേഹിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. നീ എന്താ തീരുമാനിച്ചേ? ഞാനോ? ഞാനെങ്ങും വരുന്നില്ല. എനിക്ക് ഷോപ്പിങ്ങിന് പോവാനുണ്ട്. അപ്പൊ ആര് വന്നില്ലെങ്കിലും വന്നാലും നിനക്കെന്താ കാര്യം? നീ നിന്റെ ഷോപ്പിങ്ങിന് പോവാൻ നോക്ക്. വൈദേഹി, ശ്രേയോട് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറ. ചെല്ല്. സുലേഖേ, സാധനം കിട്ടിയോടി? ആ കിട്ടിയമ്മേ. തട്ടവിട്ടിരിക്കുകയാണല്ലോ. മുഖം കാണുന്നത് എങ്ങനെയാ അമ്മേ? മുഖമല്ലല്ലോ ഇവിടെ പ്രധാനം. ആൾ അത് തന്നെയാണോ നോക്കിയാ പോരെ? എന്താ അത്? ആ മോളുടെ കല്യാണ ഫോട്ടോ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെപ്രാളപ്പെടുന്നേ? തട്ടവിട്ടുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയായിരുന്നു. അതൊന്നുമില്ല രാമ. ഈ ഫോട്ടോ ഇവിടെ താഴെ വീണ് കിടക്കുകയായിരുന്നു. എടുത്ത് ആൽബത്തിൽ വെക്കാൻ പറഞ്ഞതാ. കല്യാണ ആൽബത്തിലേ. ശരി, എവിടേക്കാ? അമ്പലത്തിലേക്ക് എങ്ങനെയാണോ? ആ അതെ രാമേട്ടാ. ശ്രേയമോൾ ഇന്ന് സാവിത്രി പൂജയുടെ ഉപവാസം എടുക്കുകയല്ലേ. കൗസല്യേച്ചി വരാൻ പറഞ്ഞിരുന്നു. ശരി, എങ്കിൽ പോയിട്ട് വാ. രാമേട്ടനോട് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇന്ന് വരെ ഒരു കാര്യം പോലും ഞാൻ ഒളിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇതെന്തൊക്കെയാ ചെയ്യുന്നത്? എന്ന് വെച്ചാ ഹരിചന്ദന്റെ ഭാര്യയാണെന്നാവും വിചാരം. ഒരു ചെറിയ കള്ളത്തരം പറഞ്ഞു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. സ്വന്തം മോള് നന്നായി ജീവിച്ചു കാണാൻ വേണ്ടി 100 കള്ളം പറഞ്ഞാലും തെറ്റില്ലെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നീ എന്നാ പോയിട്ട് വാ. അല്ല പിന്നെ ഹലോ, പറ ജയ. എന്താ ഹീറോയിനെ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഓ, എവിടേക്ക് ഇറങ്ങിയല്ലെന്നാ? ഒന്ന് പോസ്രേ. ലുക്ക് ടെസ്റ്റ് ഉണ്ട്, വരണോന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. നീ പറഞ്ഞ ഉടനെ എനിക്കങ്ങ് വരാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ഇവിടെ നനങ്ങാൻ പോലും പറ്റില്ല. ദേ നോക്ക്, ഇതൊരു കൊച്ചു കാര്യമല്ല. പിന്നെ നീ ആലോചിച്ച് ദുഃഖിക്കും. 1/2 മണിക്കൂറത്തെ കാര്യം. എന്നാ പിന്നെ വേണ്ട, ഒരു 10 മിനിറ്റ് മതിയാവും. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? 1 മിനിറ്റത്തേക്ക് പോലും എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇവിടെ ഇപ്പൊ പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങുക. എനിക്ക് അങ്ങോട്ടേക്ക് പോയേ പറ്റൂ. അങ്ങനെ പറയല്ലേ ശ്രേയെ. എങ്ങനെയെങ്കിലും ഇന്ന് ആ ലുക്ക് ടെസ്റ്റ് നടത്തിയേ പറ്റൂ. എന്തെങ്കിലും പറഞ്ഞൊരു 10 മിനിറ്റ് നേരത്തേക്ക് അവിടുന്ന് മുങ്ങ്. ഇങ്ങനെ അങ്ങ് വിട്ടുകളയല്ലേ. നിന്നെ വിശ്വസിച്ചല്ലേ ഞാനും ജീവിക്കുന്നത്. നിനക്കെന്നും ഇതുപോലെയൊക്കെ കഴിഞ്ഞാൽ മതി. എന്നാ നിനക്കൊരു വലിയ ഹീറോയിൻ ആവണ്ടേ? നാളെ നിന്നെ കാണുമ്പം നാട്ടുകാരൊക്കെ ഓട്ടോഗ്രാഫിന് വേണ്ടി ഓടണ്ടേ? ഒന്ന് പോ ജയ.
ഇങ്ങനത്തെ കുറെ വർത്താനം കേട്ട് ഞാൻ കുറെ ടെൻറ്റായതാ. ഇന്നത്തെ അവസ്ഥ അതല്ല. അത് പറ്റില്ല. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണം. മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടെന്നല്ലേ നീ വിചാരിച്ച എന്തും ചെയ്യാൻ പറ്റും. അമ്പലത്തിൽ പോകുന്ന പോലെ ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് കയറിയിട്ട് പോയാൽ പോരെ? എന്ത് ഭ്രാന്തായി പറയുന്നേ? വീട്ടിലുള്ളവരെല്ലാം കൂടെ ഉണ്ടായിരിക്കും. ഇന്നിവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറാന്ന് ചിന്തിക്കണ്ട. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇതൊരു ആൽബം ആണെന്നല്ലേ നീ പറഞ്ഞേ? ഇവിടെയുള്ളവരെങ്ങാനും ആ ആൽബം കണ്ട അത് മതി എന്നെ പടിയടച്ച് പെണ്ണം വയ്ക്കാൻ. ആൽബത്തിലൊക്കെ അഭിനയിച്ച സിനിമ കിട്ടുമൊന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായി പോവും. ഓഹോ, അതാണോ നിന്റെ പേടി? ഇന്റർനാഷണൽ മാർക്കറ്റിന് വേണ്ടിയാ ഇവർ ഈ ആൽബം ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവരൊന്നും ഇത് അറിയാൻ പോലും പോകുന്നില്ല. 10 മിനിറ്റിന്റെ കാര്യമല്ലുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് എത്തി നോക്കിയിട്ട് പോ. വരുമല്ലോ അല്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേ നീ വിളിക്കുള്ളൂ. പ്ലീസ് ബേബി. ശരി, ഞാൻ വരാൻ നോക്കാം. താങ്ക്സ് ബേബി. എങ്ങനെ മാനേജ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും? വൈദേഹി എന്താണോ അമ്പലത്തിലേക്ക് വരില്ല എന്ന് പറയുന്നത്? എങ്ങനെയെങ്കിലും അവളെ എൻ്റെ കൂടെ പൂജയ്ക്കിരുത്തണം. അതിനിപ്പോ എന്താ ഒരു വഴി? എൻ്റെ രാമ, ഒരു വഴി കാണിക്കണേ. ദേവാ, നീ ചെന്ന് വണ്ടി എടുക്ക, അമ്പലത്തിൽ പോണ്ടേ? വാ മോനെ, ആര് വരാൻ കാത്തു നിക്ക? നീ ശ്രേയ വരാനായിരിക്കും അല്ലേ? അവളെ ഞാൻ വിളിച്ചോണ്ട് വരാം. നീ ചെന്ന് വണ്ടി എടുക്കാൻ നോക്ക്. മോളെ ശ്രേയ, പെട്ടെന്ന് വാ മോളെ, സമയാവുന്നു. ആ ദാ വരുന്നു അമ്മേ. എന്താ മോളെ, നീ ഇതുവരെ സാരി മാറ്റിയില്ലേ? പെട്ടെന്ന് റെഡിയാവ്. അമ്മേ, എനിക്ക് ഇന്ന് അമ്പലത്തിൽ വരാൻ പറ്റില്ല. അമ്പലത്തിലേക്ക് വരുന്നില്ലെന്നോ? അതെന്താ? അമ്പലത്തിലെ പൂജയോടുകൂടെ അല്ലേ ഈ വ്രതം തുടങ്ങുന്നേ? ആഹാ, അമ്പലത്തിലേക്ക് വരികയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളോടൊപ്പം വരാൻ പറ്റില്ലെന്നാ. ആദ്യം നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. അതെന്താ അങ്ങനെ? എല്ലാരും ഒന്നിച്ചിറങ്ങണതല്ലേ നല്ലത്? ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് നിനക്ക് എന്ത് പണിയാ ചെയ്യാനുള്ള ശ്രേയെ? അമ്മയുടെ കൂടെ നീയും പൊയ്ക്കോ. ഇവിടെ പണിയൊന്നും ഉണ്ടായിട്ടല്ല ചേച്ചി. എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങി, ദേവേട്ടന് മാത്രം വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാ ഒരു അരമണിക്കൂർ സമയം കിട്ടിയാ കടയിൽ പോയി ദേവേട്ടന്റെ ഡ്രസ്സും വാങ്ങിക്കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വന്നേക്കാം. അരമണിക്കൂർ മതി അമ്മേ. നല്ലൊരു ദിവസമായിട്ട് എന്റെ കൈകൊണ്ട് ദേവേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം പ്ലീസ്. എന്നാ പോയിട്ട് വന്നോ മോളെ. നിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടെന്നറിഞ്ഞാ ദേവൻ ഇത് സന്തോഷമാകുകയുള്ളൂ. അവന് നിന്റെ കൈകൊണ്ട് തന്നെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. ശരിയാ, അവന്റെ സന്തോഷം തന്നെ ഇവിടെ പ്രധാനം. എന്നാ പിന്നെ ശ്രേയ പോയിട്ട് വരട്ടെ അല്ലേ? എന്നാ പെട്ടെന്ന് പോയിട്ട് വന്നേക്കണം. വേണമെങ്കിൽ വൈദേഹ്യം കൂടെ കൂട്ടിക്കോ. ചേച്ചിയെ കൂട്ടാണ്ടിരിക്കും അമ്മ. ചേച്ചിക്കല്ലേ സെലക്ഷനൊക്കെ അറിയൂ. ഇന്ന് നമുക്ക് പോവാമേ. എന്താടാ നീ ഇങ്ങനെ കണ്ണും തള്ളി ഇരിക്കുന്നത്? വണ്ടി എടുക്കടാ. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ? നീ ആരെ പ്രതീക്ഷിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അവര് പുറകെ വന്നോളും. നീ വണ്ടി എടുക്ക. അല്ല, അതെന്തിനാ പിന്നെ ആക്കുന്നേ? നമുക്കൊന്നിച്ചിറങ്ങിയാ പോരെ? അവന്റെ ഒരു വിഷമം കണ്ടില്ലേ? ഭാര്യ വരാത്തത് കൊണ്ട് നമ്മളെ കൂടെ കൂട്ടാൻ അവന് താല്പര്യമില്ല. അവന്റെ മുഖം തന്നെ വാടിപ്പോയത് കണ്ടില്ലേ?
അതിന് എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. അമ്മയുടെ കൊച്ചുമോൻ. ആ പറഞ്ഞ എന്തായാലും ശരിയാ. ഇന്ദു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, എന്റെ ഗേൾ ഫ്രണ്ട്. ഐ ലവ് യു ഇന്ദു. ആ മതി മതി നിന്റെ വേഷം കിട്ടും. വണ്ടി എടുക്കടാ. എന്നാ ശരി. ശരിക്കും ദേവേട്ടന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി തന്നെയാണോ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവാതിരുന്നത്? അതെ ചേച്ചി, പക്ഷെ ഇപ്പോ ദേവേട്ടനെ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത് ഞാനല്ല, ചേച്ചിയാ. ഇതാ പൈസ. കടയിൽ പോയിട്ട് ദേവേട്ടന് ചേരുന്ന നല്ലൊരു ഷർട്ടും വാങ്ങി നേരെ അമ്പലത്തിലേക്ക് പോരെ. ഞാൻ ഷർട്ട് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് എവിടെ പോകാനാ ഉദ്ദേശം? അപ്പൊ നീ അമ്പലത്തിലേക്ക് പോകുന്നില്ല അല്ലേ? ഞാൻ വരാന്ന് പറഞ്ഞില്ലേ ചേച്ചി. ചേച്ചി ഷർട്ട് വാങ്ങിച്ച് അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്റെ ഒരു ചെറിയ പണി തീർത്ത് ഞാൻ അങ്ങ് എത്തിയേക്കാം. എന്താ ആ ജോലി? വീണ്ടും വല്ല പ്രാന്ത് ഒപ്പിക്കാനാണോ ഉദ്ദേശം? അത് ഇനി നടക്കില്ല. അമ്പലത്തിലേക്ക് പോവാൻ നോക്ക്. ചേച്ചി പ്ലീസ്, ഞാൻ അമ്പലത്തിലേക്ക് വന്നോളാം. ചെറിയൊരു പണിയാ, തീർത്തിട്ട് അങ്ങ് വന്നേക്കാം. ഒന്ന് മനസ്സിലാക്കി ചേച്ചി പ്ലീസ്. എന്താടി ഇനി നിന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ നീ ചെയ്തു കൂട്ടിയ തോന്നിയസം കാരണം എല്ലാവരും എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. നല്ലൊരു ദിവസമായിട്ട് ഇതിനേക്കാളും പ്രധാനപ്പെട്ട എന്ത് പണിയാ നിനക്കുള്ളത്? അതെന്താന്ന് പറ. അതും കൂടി ഞാൻ തന്നെ അങ്ങ് ചെയ്യാം. നീ അമ്പലത്തിലോട്ട് പൊക്കോ. ഓ, ഒന്ന് പോ ചേച്ചി. അത് ചേച്ചിയെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചനെ. ഞാൻ തന്നെ ചെല്ലണം. എന്താ അത്? വീണ്ടും ആ ജയൻ നിന്നെ ഫോൺ ചെയ്തിരുന്നോ? ഇത് നല്ലതിനല്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും അച്ഛനോട് പറയും. പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് തിരിഞ്ഞു പോലും കയറില്ല. താലി കെട്ടിയത് എനിക്കല്ലെന്നും ചേച്ചിക്കാണെന്നും ഞാനങ്ങ് പറയും. നിനക്കെന്താ പ്രാന്താണോ? തോന്നിയാസം പറയുന്നോ? പിന്നല്ലാതെ എന്താ ചേച്ചി, ഞാൻ അമ്പലത്തിലോട്ട് വന്നോളാന്ന് പറഞ്ഞല്ലേ. വ്രതം ഇരുന്നോളാന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അതല്ല ശ്രേയേ. എനിക്കൊന്നും കേൾക്കണ്ട. ചേച്ചി ഷർട്ടും വാങ്ങിച്ചോണ്ട് വാ, ഞാൻ അപ്പോഴേക്ക് വന്നോളാം. ഇത് പിടിക്ക് ചേച്ചി. ഇന്നിനി എന്ത് പ്രശ്നമാണ് അവൾ ഒപ്പിക്കാൻ പോകുന്നത്? അയ്യോ, എല്ലാരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകേണ്ടതിന് പകരം ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്ന എന്തിനാ? നീ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. വേഗം അമ്പലത്തിലേക്ക് ചെല്ലണം. 10 നിമിഷമേ വേണ്ടൂ. നീ വന്നേ.